ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഇന്ന് രാവിലെ കടയിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടാവും. ലക്ഷ്മിയമ്മ വരുന്നവർക്കൊക്കെ കോഫി അടിച്ചു കൊടുക്കുകയാണ്. പക്ഷേ അവിടെ ഇരുന്ന് കോഫി കുടിക്കുന്ന ആരുടെയും മുഖത്തൊരു സന്തോഷവുമില്ല. ചിലർ മുഖം ചുളിക്കുന്നത്, ചിലർ എന്തൊക്കെയോ അങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. കോഫിക്ക് പഴയൊരു ടേസ്റ്റ് ഇല്ല എന്നൊക്കെയാണ് അവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ലക്ഷ്മിക്ക് വല്ലാത്ത സങ്കടം വരും. കാരണം ഭൂമി അവിടെ ഉണ്ടായിരുന്ന സമയത്തിന് എല്ലാവർക്കും എന്ത് സന്തോഷമായിരുന്നു എന്നറിയോ. അവൾ ഉണ്ടാക്കുന്ന കോഫിക്ക് എന്തൊരു പ്രത്യേക രുചിയായിരുന്നു. ആ ഒരു കുറവ് ഇപ്പോൾ എല്ലാവർക്കും ശരിക്കും അറിയുന്നുണ്ട്. ലക്ഷ്മിക്ക് വല്ലാതെ അങ്ങനെ വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് അവനിങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നാണ് പുറത്ത് വണ്ടി നിൽക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നത്. ലക്ഷ്മി ആകാംക്ഷയോട് നോക്കുമ്പോൾ ആ വണ്ടിയിൽ അതാ ഭൂമി ഇറങ്ങി വരുന്നു. അത് കണ്ട് ലക്ഷ്മിയുടെ മുഖത്ത് പെട്ടെന്ന് 1000 വാട്ട് ബൾബ് കത്തിയതുപോലെ ഒരു സന്തോഷം വന്നു. സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ലക്ഷ്മി. ഭൂമിജ നേരെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. അവളുടെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന മാത്യൂസ് ചേട്ടൻ ഭൂമിയെ കണ്ടപ്പോൾ പറഞ്ഞു, എന്തായാലും ഭൂമി പോയത് നന്നായി. ഇപ്പോഴത്തെ കോഫിക്ക് പണ്ടത്തെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല, വെറും വെള്ളം പോലെയായത്. ഇത് കേട്ടപ്പോൾ ഭൂമിജയ്ക്ക് ചെറിയ ചിരി വന്നു. അവൾ ലക്ഷ്മിയെ നോക്കിയിട്ട് മാത്യൂസ് ചേട്ടനോട് ചോദിച്ചു, അതെന്താ മാത്യൂസ് ചേട്ടാ അങ്ങനെ പറഞ്ഞത്? ലക്ഷ്മി ചേച്ചി തന്നെയല്ലേ എപ്പോഴും കോഫി അടിക്കുന്നത്? ചേച്ചി ഉണ്ടാക്കിയ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇന്നും വരാൻ വഴിയില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു ഒന്നാം തരം കോഫി ഉണ്ടാക്കി തരാമെന്നും പറയും. അതും പറഞ്ഞ ഭൂമിച്ച നേരെ കൗണ്ടറിൻ്റെ അടുത്തേക്ക് കയറി ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും സാധാരണ വാങ്ങിച്ച് വളരെ വേഗം തന്നെ അടിപൊളിയായിട്ടൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെയൊക്കെ മണം വന്നപ്പോൾ തന്നെ കടയിലുള്ള എല്ലാവർക്കും ഒരു ഉന്മേഷം വന്ന പോലെയായി. കോഫി എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഭൂമിജ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു. ലക്ഷ്മിയുടെ മുഖത്ത് അപ്പോഴും ഒരു വിഷമമുണ്ടായിരുന്നു. ഭൂമിജ ചിരിച്ചോട് ചോദിച്ചു, ചേച്ചി ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ചേന്ന്. ലക്ഷ്മി ഒന്നും മനസ്സിലായില്ല. കെട്ടിപ്പിടിക്കാനോ? എന്തിനാ അപ്പം പെട്ടെന്ന് കെട്ടിപ്പിടിക്കുന്നത് എന്ന് ചോദിച്ചു. പക്ഷേ ഭൂമിജ വിട്ടില്ല. അവൾ ലക്ഷ്മിയെ അങ്ങ് വട്ടം പിടിച്ച് നിർത്തി ഒരൊറ്റ കെട്ടിപ്പിടുത്തം. ലക്ഷ്മിയെ അങ്ങ് ഇറക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭൂമിജ ആ വലിയ സന്തോഷ വാർത്ത പറഞ്ഞു, ചേച്ചി ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു എന്ന്. ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവളുടെ സങ്കടമെല്ലാം തന്നെ ഒറ്റയടിക്കങ്ങ് മാറി. അവൾ ഭൂമിജയെ തിരിച്ചും കെട്ടിപ്പിടിച്ചു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ പോവില്ലെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് നീ പോവാണെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ച് നിൽക്കുമായിരുന്നു എന്ന് ലക്ഷ്മി പറഞ്ഞു. സാരല്ല ചേച്ചി, ഇനിയിപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ചേച്ചി ഇങ്ങനെ ഒന്നിനെക്കുറിച്ചും ഓർത്ത് പേടിക്കണ്ട, നമ്മൾ പൊളിക്കാമെന്നൊക്കെ പറഞ്ഞ് ഭൂമിജ അവളെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മാത്യൂസ് ചേട്ടനും മറ്റുള്ളവർക്കെല്ലാം തന്നെ ഈ വാർത്ത വലിയ സന്തോഷമായിരുന്നു. കോഫി ഷോപ്പിൽ അങ്ങനെ വീണ്ടും കളിയും ചിരിയൊക്കെ നിറഞ്ഞു. ഇതൊക്കെ നടക്കുന്ന സമയത്തിന് അച്യുതൻ്റെ വീട്ടിൽ വലിയ ചർച്ച നടക്കുകയാണ്. പിറ്റേ ദിവസത്തെ രാവിലത്തെ പരിപാടികളെ കുറിച്ചുള്ള പ്ലാനിങ്ങിലായിരുന്നു അച്യുതനും അംബികയും. നാളെ ഫാദേഴ്സ് ഡേ ആണ്. അത് വെറുതെ ഒരു പരിപാടിയാക്കാൻ അച്യുതന് താല്പര്യമില്ല, നല്ല ഗംഭീരമായി തന്നെ ആഘോഷിക്കണം. അച്യുതൻ അംബികയോട് പറഞ്ഞു, എടി നാളത്തെ പരിപാടി നമുക്ക് ഉഷാറാക്കണം, എല്ലാവരെയും വിളിക്കണം, പ്രത്യേകിച്ച് സൗഭാഗ്യപുരത്തുള്ളവരെ എന്തായാലും ഈ പരിപാടിക്ക് പങ്കെടുപ്പിക്കണമെന്ന്. ഇത് കേട്ടപ്പോൾ അംബികയ്ക്ക് ചെറിയൊരു സംശയം തോന്നി. അച്ചുവേട്ടാ, സൗഭാഗ്യപുരത്തുള്ളവരെ വിളിച്ചാൽ പിന്നെ അവർ വരുമോ? അവരൊക്കെ വലിയ പണക്കാരും വലിയ ആളുകളൊക്കെ അല്ലേ എന്ന് അവൾ ചോദിച്ചു. അവർ വരും, ഭൂമിജിയോട് അവിടുത്തെ മുത്തശ്ശിക്ക് വലിയ സ്നേഹമല്ലേ, അതുകൊണ്ട് തന്നെ അവരെന്തായാലും വരുമെന്ന് അച്യുതൻ ചിരിച്ചോണ്ട് പറയണേ. അപ്പോഴേക്കും അംബികയുടെ ഒരു സംശയം മാറുന്നില്ല. അവൾ അച്യുതൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, ഭൂമിജയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കളഞ്ഞു കിട്ടിയതാണെന്നല്ലേ എന്നോട് പറഞ്ഞിരുന്നത്? എന്നിട്ടിപ്പോൾ ഭൂമിജക്ക് ആ വലിയ കുടുംബമായിട്ട് ഇത്ര മാത്രം അടുപ്പം എങ്ങനെയാ വന്നത്? അവൾക്ക് ആ കുടുംബമായിട്ട് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ അച്ചുവേട്ടാ? അച്യുതൻ പെട്ടെന്നൊന്ന് പതറിയെങ്കിലും അതൊന്നും നീ ഇപ്പം അറിയണ്ട, നാളെ ഞാൻ എല്ലാം തുറന്നു പറയാലോ, അപ്പോൾ എല്ലാം അങ്ങ് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വിഷയം മാറ്റി. എന്നിട്ട് അച്യുതൻ ഒരു പുതിയ പ്ലാന് പറഞ്ഞു. നീ പണ്ട് ശീലാവതി എന്ന നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നല്ലോ, ആ നാടകത്തിൻ്റെ ക്ലൈമാക്സ് നമുക്ക് നാളത്തെ പരിപാടിയിൽ എല്ലാവരെയും മുന്നിൽ വെച്ചിട്ടൊന്ന് അവതരിപ്പിക്കണം. അംബിക അത് കേട്ടൊന്ന് ഞെട്ടി. എനിക്കിതൊന്നും വയ്യ അച്ചുവേട്ടാ, ഈ പ്രായത്തിൽ ഞാൻ നാടകം കളിച്ച ആളുകളൊക്കെ ചിരിക്കുമെന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ അച്യുതൻ വിട്ടില്ല. നമ്മുടെ മോള് എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് അഭിനയിച്ച് കാണിക്കാൻ, നീ എപ്പോഴും നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് അവളെ പറ്റിക്കുമായിരുന്നില്ലേ? നാളെ കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ മോളെ നഷ്ടമാവില്ലേ, അതുകൊണ്ട് ഇനി അതിങ്ങനെ വെച്ച് താമസിപ്പിക്കൊന്നും വേണ്ട എന്ന് അച്യുതൻ കുറച്ച് സങ്കടത്തോടെ തന്നെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അംബികക്കും സങ്കടം വന്നു. അങ്ങനെ ഡയലോഗുകളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ അച്യുതൻ അവളോട് പറഞ്ഞു. ഇതിനിടയിൽ ഭൂമിജ ഒന്നും കഴിക്കാതെയാണ് പോയത് എന്നോർത്തപ്പോൾ അംബിജയ്ക്ക് വിഷമം തോന്നി. അവളെ വിളിക്കാൻ അച്യുതൻ ഫോൺ എടുത്തപ്പോൾ അംബിക പറയുന്നുണ്ട്, അവൾ എല്ലാവരെയും ക്ഷണിക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലും മറ്റും പോയതായിരിക്കും, നീ ഇനി വിളിച്ചിങ്ങനെ ശല്യം ചെയ്യണ്ടെന്നും പറയും. അംബിക പറഞ്ഞത് സത്യമായിരുന്നു. ഭൂമിജ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി അവൾ അവിടെ എല്ലാവരെയും ഇങ്ങനെ നേരത്തെ തന്നെ പരിപാടിക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോലീസുകാരെല്ലാം ഭൂമിജയെ സ്വന്തം മകളെ പോലെ വലിയ കാര്യമാണ് അവർക്ക്, വിശേഷിച്ച് ബാലൻ സാറിന്. ഭൂമിജ പോകുന്നില്ല എന്ന് കേട്ടപ്പോൾ ബാലൻ സാറിന് വലിയ സന്തോഷമായി. ചേച്ചിയും ഞാനും കൂടെ മൂന്ന് പെൺമക്കളെ കെട്ടിച്ച് വിടാനുള്ള നെട്ടോട്ടത്തിലാണ്. അതിൻ്റെ ഇടയിൽ നീയും കൂടി ഞങ്ങളുടെ ഒരു മകൾ തന്നെയായെന്നൊക്കെ പറയും.
അത് പറഞ്ഞപ്പോൾ ഭൂമിജയുടെ കണ്ണുകളങ്ങ് നിറഞ്ഞുപോയി. അത് കഴിഞ്ഞ് ഭൂമിജ നേരെ സർക്കിൾ ഇൻസ്പെക്ടർ അജയോട് പോയിട്ട് അടുത്തേക്ക് പോയി സംസാരിക്കാണ്. താൻ പോയില്ലേന്ന് അജയ് ചോദിച്ചപ്പോൾ ഭൂമി പറയുന്നുണ്ട്, ഇല്ല സർ, ഞാൻ എൻ്റെ തീരുമാനമങ്ങ് മാറ്റി. ഇനി ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന്. നാളെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നും എല്ലാവരെയും ക്ഷണിക്കാൻ വന്നതാണെന്ന് ഭൂമിജ പറഞ്ഞു. എന്ത് ഫംഗ്ഷനാണെന്ന് ചോദിച്ചപ്പോൾ ഫാദേഴ്സ് ഡേ ആണെന്ന് ഭൂമിജ പറയാണ്. അതൊക്കെ ഈ സായിപ്പന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതില്ലേന്ന് അജയ് ചോദിച്ചപ്പോൾ ഭൂമിജ ഒരു കിടിലൻ ഡയലോഗും കടിച്ചു. ഞാൻ ഈ ഭൂമിജയുടെ അച്ചുതണ്ടിലാണ് എൻ്റെ അച്ഛൻ കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അച്ഛൻ്റെ ഫാദേഴ്സ് ഡേ ആഘോഷിക്കാമെന്ന്. സാർ എന്തായാലും വരണമെന്ന് അവൾ നിർബന്ധിച്ചു. എന്നിട്ട് വളരെ രഹസ്യം പറയുന്നത് പോലെ അവൾ പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് പോകാത്തതിന് വേറൊരു കാരണം കൂടിയുണ്ട്. സാറിന് കല്യാണം നടക്കാൻ പോവല്ലേ, അതിലൊക്കെ എനിക്കും പങ്കെടുക്കണം. ഇത് കേട്ട് അജയിന് ചമ്മലായി. പാൽപാസത്തിനൊരു കാഞ്ഞിരക്കുരു കല്ലല്ലേ പെണ്ണെ എന്നൊക്കെ പറഞ്ഞ് അയാൾ പറഞ്ഞു. അപ്പോൾ ഭൂമിജ പറയുന്നുണ്ട്, കല്യാണം കാഞ്ഞിരക്കുരു എന്നല്ല സാറേ, അതൊരു നെല്ലിക്കയാണ്. ആദ്യം കടിക്കുമ്പോൾ നന്നായിട്ട് കഴിക്കും, പിന്നെ അതങ്ങ് മധുരിക്കും. ഈ കൊച്ചു തമാശ കേട്ട് അജയ് ഒന്ന് ചിരിച്ചുപോയി. അങ്ങനെ നേരെ ഉച്ചയായപ്പോൾ അച്യുതൻ വീട്ടിലേക്ക് നാടകത്തിന്റെ റിഹേഴ്സൽ ഇങ്ങനെ തകൃതിയായി നടക്കുകയാണ്. അംബികയും അച്യുതനും ചേർന്നുകൊണ്ടതിന്റെ ക്ലൈമാക്സ് ഡയലോഗൊക്കെ ഒന്നുകൂടി എഴുതിയുണ്ടാക്കിയാണ്. മദ്യപാനം കാരണം കരൾ നശിച്ച ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വഴക്കാണ് സീന്. അച്യുതൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി കള്ള് കുടിച്ചു വരുന്ന ഒരാളെ പോലെ ഇങ്ങനെ വേച്ച് നിന്ന് വാതിലിങ്ങനെ തട്ടി വിളിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അപ്പുറത്തെ വീട്ടിലെ പരദൂഷണം പറയുന്ന അയൽവാസി ഭാര്യയും ഭർത്താവും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അച്യുതൻ അടിച്ച് പൂക്കുച്ചിയായി നിൽക്കുന്നത് കണ്ടിട്ട് ഇവിടെ നിന്ന് നല്ലൊരു തല്ല് നടക്കാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ അവർ അത് കേട്ടിങ്ങനെ കണ്ട് രസിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അംബിക ദേഷ്യത്തോടെ വന്ന് വാതിൽ തുറന്ന് ഡയലോഗ് അടിക്കുന്നത്, നിങ്ങളുടെ കരൾ മുഴുവൻ കേടായി കുഴപ്പത്തിലായിരിക്കുകയാണല്ലേ. നാട്ടുകാരുടെ സഹായത്തോടെ പിച്ച് വെച്ച് തെണ്ടിയല്ലേ നിങ്ങളെ ഈ സർജറി ചെയ്ത് രക്ഷപ്പെടുത്തിയത്. അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ കേട്ട് അപ്പുറത്ത് നിൽക്കുന്ന നാട്ടുകാർ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. അച്യുതന് കരൾ രോഗമാണെന്നും നമ്മളത് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ അവരടക്കം പറയാനും തുടങ്ങി. ഇതിനിടയിൽ ജനലിന്റെ ഇടയിൽ കൂടി അച്യുതൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ നുണയന്മാരായ ഭാര്യയും ഭർത്താവും ഇതെല്ലാം കേട്ട് രസിച്ച് നിൽക്കുന്നതും കണ്ടു. അച്യുതന് ദേഷ്യം വരികയാണ്. അവർക്ക് നല്ലൊരു പണി കൊടുക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. കള്ള് കുടിച്ചതായി തന്നെ അഭിനയം തുടർന്ന് അയാൾ ജനലിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു, ആരാടാ നാറി ആ ഭർത്താവേ, നിന്റെ ആ പരദൂഷണം പറയുന്ന ഭാര്യയെ വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോടാ. കള്ളനോട് പറയുന്നത് പോലെ തന്നെ അവരവിടെ പതുങ്ങി നിന്നു. ഇത് കേൾക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പുറത്തെ വീട്ടുകാർ ഞെട്ടിത്തെറിച്ച് വേഗം തന്നെ അവിടെ നിന്നും വലിയാണ്. ഇതെല്ലാം കണ്ട് ഒന്നും മനസ്സിലാവാതെ നിന്ന് അംബികയോട് അച്യുതൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അപ്പുറത്തെ ഭാര്യയും ഭർത്താവും കൂടി ഇവിടെ വന്ന് നമ്മൾ ഒളിഞ്ഞു നോക്കി, അതുകൊണ്ടാ അവർക്കിട്ട് ഞാനൊരു പണി കൊടുത്തതാണെന്ന് പറയും. ഇതേ സമയത്ത് തന്നെ സൗഭാഗ്യപുരത്തെ വലിയ തറവാട്ടിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. മാധവവർമ്മ വന്ന് മുത്തശ്ശിയോട് റബ്ബർ തോട്ടം വിറ്റ് സ്വർണം വാങ്ങാൻ പറയും. ഇത് കേട്ട് മുത്തശ്ശി ഇങ്ങനെ കളിയാക്കുകയാണ്. മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട്. എസ്റ്റേറ്റും തോട്ടങ്ങളൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി അധികം പാവങ്ങളൊക്കെ ഉണ്ട്. അവരതൊക്കെ കണ്ടിട്ടാണ് ജീവിക്കുന്നതെന്നും പറഞ്ഞ് മുത്തശ്ശി അയാളെ നല്ലതുപോലെ അങ്ങ് വഴക്ക് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഭൂമിജ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. ഭൂമിജയെ കണ്ടപ്പോൾ ആ വലിയുള്ള വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായി. പക്ഷേ ഭവാനിക്ക് മാത്രം അത് തീരെങ്ങ് പിടിച്ചില്ല. ഭൂമിജ സത്യന്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞ ഭവാനിക്ക് ഈ സ്വത്തുക്കളൊക്കെ ഇവൾക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിയായിരുന്നു. നാളെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെന്നും എല്ലാവരും അച്ഛന്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് വരണമെന്നൊക്കെ ഭൂമിജ പറഞ്ഞു. ഇത് കേട്ട് ഭവാനിയുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. ഒരു ഫംഗ്ഷൻ വെച്ച് എല്ലാവരെയും മുന്നിൽ വെച്ച് ഇവൾ സത്യന്റെ മകളാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്ലാനാണോ ഇത്? ഭവാനി ചിന്തിച്ചു. ഞാൻ ഒറ്റ എണ്ണത്തിന് ജീവനോടെ വെച്ചേക്കില്ല എന്ന് വിചാരിച്ച് ഭവാനി മാറി നിന്ന് ഇങ്ങനെ കമാലിനെ വിളിക്കാൻ നോക്കുകയാണ്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഭൂമിച്ച് തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോൾ മുത്തശ്ശി അവളെ സ്നേഹത്തോടെ നിർബന്ധിച്ച് പിടിച്ച് ഭക്ഷണം കഴിക്കാനിരുത്തി. തിരിച്ചു പോകുമ്പോൾ മുത്തശ്ശി അവളെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു, നീ എന്തായാലും സത്യനെ പോയിട്ട് നേരിട്ട് വിളിക്കണം. സത്യന് നിന്നോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അവൻ തന്നെ അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ നേരെ ഭൂമിജ പോയത് സത്യം താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ എത്തിയപ്പോൾ അവൾ കണ്ട കാഴ്ച അവളെ വല്ലാതെ സങ്കടപ്പെടുത്തി ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തു. സത്യൻ അവിടെ ഇരുന്ന് നന്നായിട്ട് എന്നെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിജയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവൾ നേരെ അയാളുടെ അടുത്തേക്ക് ചെന്ന് കുറച്ച് ശബ്ദത്തിൽ തന്നെ വഴക്ക് പറയാൻ തുടങ്ങി. സ്വന്തം കരളും കുടലും ഒക്കെ എന്തിനാ നിങ്ങളിങ്ങനെ കുടിച്ച് നശിപ്പിക്കുന്നത്? പഴയ പോലീസുകാരനാണോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് കുടിച്ച് നശിക്കുന്നത് എന്ന് ചോദിക്കും. എൻ്റെ ഭാര്യയും മക്കളും എന്നെ വിട്ടുപോയി, അവരെ കാണാനില്ല. ആ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് സത്യൻ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. അന്നേരം ഭൂമിജ അല്പം ശാന്തമായി പറഞ്ഞു, നാളെ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണാൻ കഴിയുന്നത് കരൾ രോഗിയായ കിടപ്പിലായ ഒരു ഭർത്താവിനെയും അച്ഛനുമായിരിക്കില്ലേ? അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഈ അവസ്ഥയിൽ കാണാൻ അവർ ആഗ്രഹിക്കുമോ എന്ന്. ഭൂമിജയുടെ ആ ഒരു ചോദ്യം സത്യന്റെ നെഞ്ചിലങ്ങ് കൊണ്ടു. അയാൾ വളരെ വികാരഭരിതനായ ഭൂമിജയോട് ചോദിച്ചു, നീ എൻ്റെ എല്ലാ കാര്യത്തിലും ഇത്രയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും നീ എൻ്റെ ആരാ? എനിക്ക് നിന്നോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വലിയ സ്നേഹമാണ്.
അപ്പൊ ഭൂമിജിയുടെ കണ്ണുകളും നിറഞ്ഞു. അവൾ ഒരു പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു, ഞാൻ ആരാണെന്നോ? ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ സാറിന്റെ സ്വന്തം മകൾ തന്നെ ആയിരിക്കും. അതായിരിക്കും എനിക്ക് നിങ്ങളോട് ഇത്രമാത്രം അടുപ്പമെന്ന്. ആ ഒരു നിമിഷം അവർക്കിടയിൽ വലിയൊരു നിശബ്ദതയുണ്ടായി. തിരിച്ചറിയാനാത്ത ആ അച്ഛന്റെയും മകളുടെയും സ്നേഹം അവിടെ എങ്ങും നിറഞ്ഞു നിന്നു. അങ്ങനെ ഇനി നാളത്തെ എപ്പിസോഡിൽ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ കാര്യങ്ങളാട്ടോ നടക്കാൻ പോകുന്നത്.